നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഒരു യുദ്ധവും ഒരു ഓപ്പറേഷനും ഇന്ന് വരെ ഈ സമയം വരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അമേരിക്കയുടെ നീക്കങ്ങൾക്കനുസരിച്ച് ചൈനയുടെയും അതേപോലെ തന്നെ റഷ്യയുടെയും നീക്കങ്ങളും വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ ഹോർമുസ് സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഹോർമുസ് കടലെടുക്ക് അടക്കുകയും റഷ്യയുടെയും ഇറാൻ്റെയും നാവിക സൈന്യത്തിൻ്റെ സഖ്യമായിട്ടുള്ള ഒരു സൈനിക അഭ്യാസം നടക്കാൻ വേണ്ടി അടച്ചിട്ടിരുന്നു. അതിൻ്റെ വലിയ രൂപത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളും കാണുകയും അതിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ ലെവലിൽ ആ ഹോർമുസ് കടലെടുക്കൊക്കെ കടന്നു പോകുന്ന കപ്പലുകൾ ക്യൂ ആയിട്ട് നങ്കൂരമിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് നമുക്കൊന്നുകൂടി പറയാനുള്ളത്. 72 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞു. ട്രംപ് ഇപ്പോഴും മൗനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഒരു പരിധി വരെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് പഴയ പ്രതാപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രേക്ഷകരായ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്നു അവർക്ക് പഴയ പ്രതാപം ഇല്ല എന്ന്. പക്ഷേ നിങ്ങൾ ട്രോളിയേക്കാം, സാരമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. കാരണം ഏറ്റവും വലിയ സംവിധാനങ്ങളെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അബ്രഹാം ലിങ്കൻ എന്നുൾപ്പെടെയുള്ളത് മാസം ഒന്നായി ഇവിടെ കൊണ്ടുവന്നിട്ട് നങ്കൂരമിട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ, അതുപോലെ തന്നെ ജെറാൾഡ് എന്ന് പറയുന്ന വേറൊരു ശവക്കപ്പൽ യുദ്ധക്കപ്പൽ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെന്ത് ചെയ്യുമെന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഉണ്ട്, പക്ഷേ ഈ അമേരിക്കക്ക് ഒന്നില്ല. അത് ഇറാൻ്റെ മനോധൈര്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അബ്ബാസ് അരാജ്കി ആണെങ്കിലും അതുപോലെ തന്നെ മസൂദ് പെഷസ്കി ആണെങ്കിലും ആയത്തുള്ള ഖാംനെ ആണെങ്കിലും അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾക്ക് പരമാവധി യുദ്ധത്തിൻ്റെ എല്ലാ മുറകളും സ്വീകരിക്കാനുള്ള ഒരു അവസാന ഘട്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള മുന്നോട്ട് പോക്ക് നടത്തുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ അതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ സർവ്വസജ്ജമാണ്. ഞങ്ങളുടെ കഴികൾ, ഞങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ്. അഥവാ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അഥവാ ഒറ്റ പോയിൻറ്റ്സിൽ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് തന്ത്രമാണ് എടുക്കുക എന്നതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴേ ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്ന രീതിക്കാണ് അവരുടെയൊക്കെ സംഭാഷണങ്ങളും വീഡിയോകളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തു വരുന്നത്. മൊത്തം പറയുകയാണെങ്കിൽ ആ ട്രംപ് ഒരു പേടിത്തൊണ്ടനാണെന്ന് പറയാൻ പറ്റും. അപ്പം ട്രംപിനെ ആരാധിക്കുന്ന ചിലർക്കൊന്നും അത് എത്ര കണ്ടിട്ട് രസിക്കില്ല. പക്ഷേ ഒരു കാര്യം പറയാം, അന്യായമായിട്ടൊരു രാജ്യത്തിൻ്റെ മുകളിൽ പോയിട്ട് കുതിര കയറാൻ ലോകത്ത് ആർക്കും അധികാരമില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ട്രംപും കൂട്ടാളികളും അവരോധിക്കുന്ന ആളുകളുമാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വസ്തുതാപരമായിട്ട് നമുക്ക് തെളിവുകൾക്ക് അടിസ്ഥാനത്ത് പറയാനും ചരിത്രാന്വേഷികൾക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്ന കാര്യമാണ്. വെനിസ്വേലൻ ഗവൺമെൻറ്റിനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടുന്ന് രാഷ്ട്രപതിയെ തൂക്കിക്കൊണ്ടുവന്നു. ഓരോ രാജ്യത്തെയും പലതും പറഞ്ഞു. ഇറാഖിനെ നശിപ്പിച്ചത്, ഗദ്ദാഫിയുടെ ലിബിയ നശിപ്പിച്ചത്, അഫ്ഗാനിസ്ഥാൻ നശിപ്പിച്ചത്, ഏതൊക്കെ രാജ്യത്തിൽ ഏതൊക്കെ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആ ഭരണകൂടം നടത്തിയ പരാക്രമങ്ങൾ എത്രത്തോളമായിരുന്നു. എന്നിട്ട് ഇന്നും അവരുടെ പേര് തീവ്രവാദം എന്നുള്ളതിൽ നിന്നും മാറി അമേരിക്ക എന്ന പേരിലേക്ക് ഒതുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ പറയുക, നമുക്ക് റമളാനാണ്, ആ ലെവലിൽ തന്നെ കാര്യങ്ങൾ പോകണമല്ലോ, പ്രൊപ്പഗണ്ടയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇറാൻ്റെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ലോകത്ത് ഇവർ മാത്രം മതി എന്നുള്ള ഒരു ധാർഷ്ട്യത അതൊരിക്കലും ഇറാൻ അംഗീകരിച്ച് കൊടുക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഇനി ഞങ്ങൾ പോകണോ അല്ല നിൽക്കണോ എന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ട്രംപ് ആണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക, അയാൾ ഒരു ബിസിനസ്മാനാണ്. ഇത് എങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു യുദ്ധകാഹളം മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് തകരും എന്നുള്ളത് ഇന്നും UN കൗൺസിലിൽ അവരുടെ ലെറ്റർ വായിക്കേണ്ടായി. അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ അബ്ബാസ് അരാജ്കിയുടെ ലെറ്റർ അവിടെ നിന്ന് വായിക്കേണ്ടത്, അതിൽ കോട്ട് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിയമാനുസൃതമായിട്ടുള്ള ലക്ഷ്യസ്ഥാനങ്ങളായിട്ട് ഈ അമേരിക്കയുടെ എല്ലാ ക്യാമ്പുകളും ഞങ്ങൾ ആക്രമിക്കും, മാത്രമല്ല അതിന് അനുബന്ധമായ പ്രതികരണത്തിനനുസരിച്ച് വിശാലപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം ട്രംപിനാകെ പേടിയുള്ളത് സ്വന്തം പോകും, അതുപോലെ രാജ്യത്തിൻ്റെ പ്രശസ്തിയും പോകും, ഇനി റഷ്യ സ്വന്തമായി ഞങ്ങളെ ഭരിച്ചു കളയുമെന്നുള്ളൊരു പേടി അടങ്ങാത്ത ആ ഒരു ലെവലിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. എന്താണെങ്കിലും റമളാനാണ്, വളരെ ഭംഗിയായിട്ട് റമളാൻ കഴിച്ചു കൂട്ടേണ്ടതുണ്ട്. നമ്മളൊക്കെ സമാധാന പ്രിയരുമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടം വരുത്തി വെച്ച ഏത് രാജ്യമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി. റമളാൻ അനുകൂലമായി നമ്മളൊക്കെ വളരെ നന്നായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമളാനായപ്പം ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. ഇതൊരു സപ്പോർട്ടീവ് ചാനലാണ്. മറ്റടിച്ചു പോകുമ്പോൾ ഇത് വേണമല്ലോ എന്നുള്ള നിലക്കാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.